ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. 30 വർഷത്തിൽ വളരെ തുച്ഛമായ ദിവസങ്ങളിലല്ലേ ഞാനും നീയും സന്തോഷമായിട്ട് ജീവിച്ചിട്ടുള്ളൂ. അത് മറച്ചുവെച്ച് നാട്ടുകാരെ വിളിച്ച് സന്തോഷം അഭിനയിക്കേണ്ട കാര്യം എന്താ? അതുകൊണ്ട് ഇതൊന്നും നടത്തണ്ടെന്നാണ് എന്റെ അഭിപ്രായം. നിന്നെപ്പോലൊരാള് എന്റെ വീട്ടിലുണ്ട്. എനിക്ക് എന്തിഷ്ടായിരുന്നെന്നോ. എന്ന് ഞാനതിന് വെള്ളം ഒഴിക്കും, അതെനിക്ക് പൂ തരും. ചെമ്പരത്തി ആവുമ്പോ തന്റെ എല്ലാ തള്ളുകളും കേട്ടോണ്ടിരുന്നോളൂ, തിരിച്ചൊന്നും പറയില്ലല്ലോ. തനിക്ക് വിശക്കുന്നുണ്ടോ? ഇപ്പൊന്നും വേണ്ട, പിന്നീട് മതി. അയ്യടാ, തന്നെ തീറ്റിക്കാൻ ധൃതി പിടിച്ച് നടക്കുമല്ലേ ഞാൻ. രാവിലെ വെറും വയറ്റിലേ എന്റെ വായിലിരിക്കുന്നത് കേട്ട് വയറ് നിറയ്ക്കാൻ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ചോദിച്ചൂന്നേ ഉള്ളൂ. ഓ അങ്ങനെ. ഇന്നലെ ഇവിടുത്തെ സാറേ അപ്പൊ ഇടപെട്ടില്ലായിരുന്നെങ്കിലേ ഇപ്പൊ മൊട്ടച്ചായിട്ട് ഇവിടെ നിൽക്കായിരുന്നു. പിന്നെ ഞാനതിന് നിന്നു കൊടുക്കുമല്ലേ. എന്റെ മുടിയിലെങ്ങാനും തൊട്ടിരുന്നെങ്കിലേ കാണായിരുന്നു. ശരിക്കും കിട്ടിയില്ലേ ഇന്നലെ? അതിനേക്കാൾ കിട്ടിയത് തനിക്കല്ലേ. പടക്കം പൊട്ടുന്ന സൗണ്ട് അല്ലായിരുന്നോ? ഓ, നമ്മൾ ഇവിടുത്തെ ഏഴാം കൂലി, നിങ്ങൾ വലിയ ബന്ധുക്കളല്ലേ, അതുകൊണ്ട് നിങ്ങളെ തല്ലിയില്ല. എടോ, അതാ പറയുന്നത് രക്തം രക്തത്തെ തിരിച്ചറിയോന്ന്. സംഭവം രമാമ വെറുതെ എന്നൊന്ന് പേടിപ്പിച്ചതാ. രമാമയോ? ആ, അത് ഞാൻ മുറ പറഞ്ഞു വിളിച്ചെന്നേ ഉള്ളൂ. മനസ്സിലെ സ്ഥാനം യക്ഷിയുടെ തന്നെയാ. ആ അമ്മയെ താൻ തന്നെ അങ്ങ് എടുത്തോ. തനിക്ക് പറ്റിയ അമ്മയാ അത്. താൻ പല്ലിച്ചായിരുന്നോ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ വിശപ്പില്ല. അതല്ല, തേക്കുമ്പോ അധികം അമർത്തണ്ട. ഇന്നലത്തെ അടിയില്ലേ ആടിയിരിക്കുന്ന പല്ലുകളൊക്കെ പറഞ്ഞു പോവും. പാവം, ആ ഫോണങ്ങ് കൊടുക്കണം. സംസാരിക്കാൻ ആരും ഇല്ലാത്തോണ്ടായിരിക്കും ഇവിടെ വന്നിങ്ങനെ ചെടികളോടൊക്കെ സംസാരിക്കുന്നത്. ഇനി ആ വാച്ച് എന്റെ അടുത്തിരിക്കുന്നത് ശരിയല്ല. അതങ്ങ് കൊടുത്തേക്കാം.
അടുത്ത ആഴ്ച വിവാഹ വാർഷികമാണെന്ന് ചന്ദ്രലേക്ക് ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ട്. പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കണം. വരുന്നവരുടെയെല്ലാം കണ്ണു തള്ളണം. ആ രീതിയിലാ ഞാനിത് നടത്താൻ പോകുന്നത്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം. ഇങ്ങനൊരു പാർട്ടിയെ വേണ്ടെന്ന എന്റെ അഭിപ്രായം. 30 വർഷത്തിൽ വളരെ തുച്ഛമായ ദിവസങ്ങളിലല്ലേ ഞാനും നീയും സന്തോഷമായിട്ട് ജീവിച്ചിട്ടുള്ളൂ. അത് മറച്ചു വെച്ച് നാട്ടുകാരെ വിളിച്ച് സന്തോഷം അഭിനയിക്കേണ്ട കാര്യം എന്താ? അതുകൊണ്ട് ഇതൊന്നും നടത്തണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ചന്ദ്രലേഖയോട് ഇനി പ്രത്യേകം പറയണോ ഞാൻ? അപ്പൊ നമ്മള് എവിടെയാ പറഞ്ഞു നിർത്തിയത്? പാർട്ടിയോട് വലിയ താല്പര്യം ഇല്ലാന്ന് അല്ലേ? മക്കളുടെ ആഗ്രഹമല്ലേ? അത് നമുക്കൊന്ന് നടത്തി കൊടുത്തേക്കാന്നേ. ചന്ദ്രലേഖയുടെ നടുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെ സന്തോഷം മറ്റുള്ളവരുടെ മനസമാധാനക്കേടാണെങ്കിൽ ഞാൻ ആ സമാധാനക്കേടിന് ഒരിക്കലും വില കൽപ്പിക്കാറേയില്ല.